റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. SIR നടപടിക്കായി എത്തിയ ബിലോയുടെ രോഷാകുലരായി വീട്ടുകാർ. രാത്രി ഫോമുമായി വീട്ടിലെത്തിയപ്പോൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. പാതിരാത്രി 9 മണിക്കല്ല ഫോമുമായി വരേണ്ടതെന്നായിരുന്നു സ്ത്രീകളുടെ പ്രതികരണം. സഹകരിക്കണമെന്നും ഫോം വാങ്ങണമെന്നും BLO അഭ്യർത്ഥിക്കുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്. ശബ്ദ സംഭാഷണം റിപ്പോർട്ടറിന് ലഭിച്ചു. പീരുമേട് മേഖലയിലെ ശബ്ദ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നത്. നമുക്കൊന്ന് കേൾക്കാം. പക്ഷെ നമുക്ക് കൊടുത്തിരിക്കുന്ന സമയത്ത് ഈ വീടല്ലേ ചേച്ചി, ഒന്നും സഹകരിക്കണം, ഇതൊന്നും മേടിക്കാൻ പറ്റത്തില്ല. ഈ 9 മണിക്കൊക്കെ വന്നാൽ ഇവിടെ ഒന്നും സഹകരണം ഒന്നും നടക്കത്തില്ല. നാളെ രാവിലെ വന്നാൽ നോക്കാം. അല്ല, എനിക്ക് ഇത് നാളെ അങ്ങോട്ട് കല്ലുമേട് പോകാനുള്ളതാണ്. ബുദ്ധിമുട്ട് ഞങ്ങൾ എന്തിനാ മനസ്സിലാക്കുന്നത്? ഞങ്ങളും വേണം, നിൽക്കുന്ന നിർബന്ധം ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ല, നിങ്ങളുടെ കയ്യെ കൊടുക്കാം, അത് നിങ്ങൾ 9 മണിക്കാണ് വരുന്നത്. ആ മേശപ്പുറത്ത് വെച്ചിട്ട് നോക്കും. 9 മണിക്കാണ് നിങ്ങൾ വീടുകളിൽ കൂടി ഇതുകൊണ്ട് വരുന്നത്. നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം. വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട, പോയിക്കോ കേട്ടോ. ഞാൻ തന്നിട്ട് പോകാൻ വന്നതല്ലേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ തരണ്ടാന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ. ഈ പാതിരാത്രിക്ക് വന്നിട്ട് നിങ്ങളോട് പോകാൻ പറഞ്ഞപ്പോ എന്തൊരു കഷ്ടമാണ്. ആ പാവം ബിയിലയുടെ അവസ്ഥ നോക്കി. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ട് ഞാൻ വരുന്നതാണ്, നിങ്ങൾ ഈ ഫോം ഒന്ന് വാങ്ങിച്ചു വയ്ക്കുക ചേച്ചി എന്നാണ് പറഞ്ഞത്. ആ വീട്ടിലുള്ളവരുടെ ഒരു പെരുമാറ്റം നോക്കുകയും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വരുന്ന BLOയാണ്. ആ വോട്ടർ പട്ടിക ഉൾപ്പെടുത്താൻ വരുന്ന BLOയെ നിങ്ങൾ ഇതേപോലെ ചാപ്പകുത്തി ഇറക്കി വിടരുത്. നിങ്ങൾ ഏത് വിഭാഗത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ചില ദുരനുഭവങ്ങൾ ഉണ്ടായിട്ട് ചില ആളുകൾ പറയുന്നുണ്ട്. സംശയങ്ങളൊക്കെ ഉണ്ടാവാം, ആ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കണം. അതിനാണല്ലോ BLOമാരെ ചുമതലപ്പെടുത്തുക. അവർക്ക് രാത്രി 11 മണിയായാലും ഈ ഫോം കൊടുത്താൽ തീരൂല. ഗോപാൽ ശിലാസനിലുണ്ട്. ഗോപാൽ, വളരെ കഷ്ടമാണ്. ആ ചെറുപ്പക്കാരൻ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരുന്നു. അയാൾ പറയല്ലേ, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ട് വരികയാണ്, നിങ്ങളിതൊന്ന് വാങ്ങു ചേച്ചി എന്ന് പറയുന്നത്. BLO ഫോം, ഇതെന്താണ് ഇവർ ഈ നാട്ടുകാർ ഇങ്ങനെ പെരുമാറുന്നത്? ഗോപാൽ ശിലാസനൽ, ഒരുപാട് ബുദ്ധിമുട്ടല്ലേ ഈ BLOമാർക്ക്? ഇവർ സഹകരിക്കാതെയും കൂടി ഇരുന്നാൽ ഈ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ പറ്റില്ലല്ലോ. അതെ ഡോക്ടർ അരുൺ, നമുക്ക് ആ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ്. ആ BLO ആയിട്ടുള്ള ചെറുപ്പക്കാരൻ അപേക്ഷിക്കുകയാണ് ആ വീട്ടിലെ സ്ത്രീകളോട്. ഇത് സംഭവിക്കുന്നത് 16-ാം തീയതി. അത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ അനീഷ് ജോർജ് എന്ന BLOയുടെ ആത്മഹത്യ സംഭവിക്കുന്ന അന്നേ ദിവസം രാത്രി 9 മണിക്കാണ്. പീരുമേട് മേഖലയിൽപ്പെട്ട ഒരു പ്രദേശത്താണ് ഈ BLO രാത്രി 9 മണിക്ക് ഈ എന്യൂമറേഷൻ ഫോം വിതരണത്തിന് വേണ്ടി എത്തുന്നത്. ആ വീട്ടിലെത്തുമ്പോൾ ആദ്യമേ തന്നെ അവർ പറയുകയാണ്, ഇവിടെ ഇതുകൊണ്ട് വരേണ്ടതില്ല, ഈ സമയത്തല്ല, 9 മണിക്കല്ല ഈ ഫോം വിതരണത്തിനായി എത്തേണ്ടത് എന്ന് അവർ പറയുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ വേണമെങ്കിൽ നീതീകരിക്കാം. കാരണം വെച്ചാൽ രാത്രിയിൽ സ്ത്രീകൾ ഉള്ളിടത്ത് ഇത്തരത്തിൽ അപരിചിതനായ ഒരാൾ വന്നു കയറുമ്പോൾ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ അവർക്ക് വിശദീകരിക്കാം. പക്ഷേ മറുവശത്ത് രാവിലെ പുലർച്ചെ വെളുപ്പാൻ കാലം മുതൽ പല നാടുകളിൽ, പല ഊരും പേരും അറിയാത്ത സ്ഥലങ്ങളിൽ ഈ ഫോമുമായി നടന്നും ഓടിയും എത്തുന്ന BLOമാർ, അവർ രാത്രി ഇനി എത്ര സമയം കഴിഞ്ഞാലും ഇന്നത്തെ കോട്ട തീർത്തല്ലാതെ തിരിച്ച് വീട്ടിൽ കയറരുത് എന്നതാണ് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് ആ ചെറുപ്പക്കാരൻ പറയുന്നുമുണ്ട്, ഇത് നിങ്ങളുടെ എന്യൂമറേഷൻ ഫോമാണ്, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ വരുന്നത്, ഇതൊന്ന് വാങ്ങി വെച്ചാൽ മാത്രം മതി എന്നവർ പറയുമ്പോൾ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം, പാതിരാത്രി 9 മണിക്കല്ല ഇതുകൊണ്ട് വരേണ്ടത്, ഞങ്ങൾക്ക് SIR താല്പര്യമില്ല, നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, അത് ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ നാളെ നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ആവർത്തിക്കുന്നു, വേറെ ഒന്നും വേണ്ടതില്ല, ഇത് നിങ്ങൾ വാങ്ങി വെച്ചാൽ മാത്രം മതി. പീരുമേട് തന്നെയുള്ള കല്ലുമേട് എന്ന പ്രദേശത്തേക്കാണ് നാളെ പോകേണ്ടത്. കാരണം ഒരു ദിവസം ഇട്ടുകൊടുക്കുന്ന കോട്ടയുടെ ആ കണക്കുകളെല്ലാം തന്നെ അന്നേ ദിവസം വൈകുന്നേരം BLOമാർക്ക് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും തീർത്ത് പിറ്റേ ദിവസം അവർക്ക് അവിടെ വരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം മറ്റൊരു മേഖലയിലേക്കാണ് പോകേണ്ടതെന്ന് അയാൾ ആവർത്തിക്കുമ്പോഴും ഞങ്ങൾ പോലീസിനെ വിളിക്കണോ, ഞങ്ങൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യണോ, പോലീസിനെ വിളിക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ആ സ്ത്രീകൾ. എന്തായാലും ആ വിഷയത്തിൽ വലിയ പ്രതിസന്ധി, വലിയ ദുരിതം അനുഭവിക്കുന്നു എന്ന BLOമാരുടെ വെളിപ്പെടുത്തലുകളെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള ശബ്ദ സന്ദേശമാണ് ഡോക്ടർ അരുൺ. നമുക്കൊരിക്കൽ കൂടി ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. ഗോപാൽ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ നിങ്ങളുടെ വീട്ടിലേക്ക് BLOമാർ വരുമ്പോൾ ഒരു കാരണവശാലും അവരെ ഇങ്ങനെ നിങ്ങൾ ആട്ടിപ്പയച്ചയക്കരുത്. അവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ ക്ലാസ് C ജീവനക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അവരെ ഇലക്ഷൻ കമ്മീഷൻ ഏൽപ്പിച്ചിരിക്കുന്ന പണിയാണ്. ഇത് നിശ്ചിത ദിവസത്തിനുള്ളിൽ പൂരിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ അത് അവരുടെ പണിയാണ് തെറിക്കുക. ഇതെന്തിനാ അവർ വരുന്നത്? നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉറപ്പിക്കാൻ വേണ്ടി വരികയാണവർ. അവരെ നിങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ വന്നതെന്നാണ് പറയുന്നത്. വോട്ട് പോകുമ്പോൾ ഇതല്ലല്ലോ അഭിപ്രായം ഉണ്ടാവുക. എന്നാലും ആ വീട്ടിലെ ചേച്ചിമാരെ സംസാരിച്ചത് വളരെ മോശമായി പോയി. രാത്രി 9 മണിക്കാണ് വന്നത്. മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അവർ വന്ന ID കാർഡൊക്കെ പറഞ്ഞല്ലേ ഈ കാര്യങ്ങൾ പറയുന്നത്.
ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് BLOമാർ വരുമ്പോൾ അവരോട് സഹകരിക്കാതിരിക്കുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല. ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം ആ പാവം BLO, ആ ചെറുപ്പക്കാരൻ പറയുന്നതും അവിടെ ഉണ്ടായിരുന്ന ആ വീട്ടിലെ സ്ത്രീകൾ അയാളോട് പെരുമാറുന്നത് നമുക്കൊരിക്കൽ കൂടി കേൾക്കാം. പക്ഷെ നമുക്ക് കൊടുത്തിരിക്കുന്ന സമയം ഇവിടെ വേണ്ടെന്നേ. നിങ്ങൾ വേറെ ഈ വീടല്ലേ ഇത്? അല്ല, വീടല്ല. ചേച്ചി ഒന്നും സഹകരിക്കണേ, ഇതൊന്നും മേടിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഈ 9 മണിക്കൊക്കെ വന്നാൽ ഇവിടെ ഒന്നും സഹകരണം ഒന്നും നടക്കത്തില്ല. പൊക്കോ, നാളെ രാവിലെ വന്നാൽ നോക്കാം. അല്ല, എനിക്ക് ഇത് നാളെ അങ്ങോട്ട് കല്ലുമേട് പോകാനുള്ളതാണേ. ബുദ്ധിമുട്ട് ഞങ്ങൾ എന്തിനാ മനസ്സിലാക്കുന്നത്? അല്ല, ഞങ്ങളും വേണം, നിങ്ങൾക്കത് നിർബന്ധം, ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ല, നിങ്ങളുടെ കയ്യെ കൊടുക്കാം, അത് നിങ്ങൾ 9 മണിക്കാണ് വരുന്നത്. ആ മേശപ്പുറത്ത് വെച്ചിട്ട് നോക്കും. 9 മണിക്കാണ് നിങ്ങൾ വീടുകളിൽ കൂടി ഇതുകൊണ്ട് വരുന്നത്. നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം, അത്രേ ഉള്ളൂ. പോലീസിനെ വിളിക്കണോ? വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട, പോയിക്കോ കേട്ടോ. ഞാൻ തന്നിട്ട് പോകാൻ വന്നതല്ലേ ഉള്ളൂ. ഈ ഇലക്ഷൻ കമ്മീഷൻ തരണ്ടാന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ. ഈ പാതിരാത്രിക്ക് വന്നിട്ട് നിങ്ങളോട് പോകാൻ പറഞ്ഞ മണി ഓർഡറുമായിട്ട് വന്നിരുന്നെങ്കിൽ ചിലപ്പം സ്വീകരിച്ചേനെ അല്ലേ. ഈ വോട്ടർ പട്ടികയിലെ പേര് ചേർക്കാൻ വന്നപ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായത്. ശരിയാണ്, നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാവും, പലതരത്തിലുള്ള മനുഷ്യർ വരുന്ന സമയമാണ്. പക്ഷേ ID കാർഡൊക്കെ കാണിച്ചൊരു മനുഷ്യൻ വരുമ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടുന്നത് അത്ര ശരിയായൊരു രീതിയല്ല എന്നേ നമുക്ക് പറയാനുള്ളൂ. പല BLOമാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പല വീടുകളിൽ നിന്നും സഹകരണം കിട്ടുന്നില്ല. ചില ആളുകൾ സംശയത്തോടു കൂടി ഞങ്ങളെ നോക്കുന്നുണ്ട്. ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ വന്നവരാണോ ഇവർ എന്ന മട്ടിലാണ്. അല്ല, നിങ്ങളുടെ പേര് ആ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വന്ന് നിങ്ങളെ സഹായിക്കാൻ വന്നിരിക്കുന്നവരാണ് എന്നൊരിക്കൽ കൂടി പറയട്ടെ. ശരിയാണ്, BLOമാർക്ക് വല്ലാത്ത പണിയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്, അത് മറ്റൊരു വിഷയം. പക്ഷേ ഈ നാട്ടുകാർ സഹകരിക്കാതിരിക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഗോപാൽ ശിലാസനലിന്റെ ഈ ശബ്ദ സന്ദേശത്തിൽ നമ്മൾ മനസ്സിലായത്. ആ ചെറുപ്പക്കാരൻ ആകപ്പാടെ വിഷമിച്ചു കാണും. ഇങ്ങനെ പോകുമ്പോൾ പിന്നീട് ഈ പണിക്ക് ചെയ്യാൻ തോന്നില്ലല്ലോ. ഒരു BLO ആത്മഹത്യ ചെയ്ത വാർത്ത പ്രേക്ഷകർ കേട്ടതല്ലേ. ഒന്ന് സഹകരിക്കൂ അവരുമായി. നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ അവിടെ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,